അങ്ങനെ ബിരിയാണിക്കകത്ത് ബാലൻസ് കിട്ടിയ അച്ചാറും എടുത്തുകൊണ്ട് ഞങ്ങൾ പോയ പോക്ക് മുട്ടം വരെ പോയി. എന്തിൻ്റെ വട്ടായിരുന്നെന്ന് എനിക്കറിയില്ല. പോണ വഴിക്ക് മുഴുവൻ ചുവ ചുവന്ന മാകപ്പൂക്കളായിരുന്നു. പോണ വഴിക്ക് ഒരു മാവിൻ്റെ ചുവട്ടിൽ നിറച്ച് മാമ്പഴം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി. മുന്നേ പോയൊരു വണ്ടിക്കാരൻ അവിടെ നിർത്തി മാങ്ങാ പെറുക്കി അവിടെ ചോട്ടിൽ നിന്ന് തിന്നുന്ന കണ്ടപ്പോഴാണ് ഇവിടെ മാങ്ങാപ്പഴം ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായത് കേട്ടോ. റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന മാവേന്ന് മാങ്ങ വീണിട്ട് അത് നേരെ റോട്ടിൽ കൂടി ഉരുണ്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ചതവൊക്കെ ഉണ്ട്. എന്നാലും നല്ല ഫ്രഷ് മാങ്ങാപ്പഴമാണെന്നുള്ളത് അതിൻ്റെ ഞെട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. മാങ്ങ പെറുക്കിയെടുക്കാൻ നമ്മുടെ കയ്യിൽ കൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കയ്യിലുണ്ടായിരുന്ന ഒരു ടർക്കിയാണ്. എന്തായാലും ആ ടർക്കിക്കകത്തും ഒതുങ്ങുന്ന മാങ്ങാപ്പഴം പെറുക്കിക്കൊണ്ട് നമ്മളിങ്ങ് പോന്നു. കുടുംബത്തിലെ അംഗസംഖ്യ അനുസരിച്ചാണ് മാങ്ങ പൊഴിച്ചു തന്നത്. കൃത്യം 5 പേർക്കും 2 എണ്ണം വെച്ച് ആകെ 10 മാങ്ങാപ്പഴം കിട്ടിയിട്ടുണ്ട്. ഈ മാങ്ങയുടെയൊക്കെ ഞെട്ട് കണ്ടോ? ആ കറ ഒലിച്ച് വരുന്നതേ ഉള്ളൂ. അത്രയും ഫ്രഷ് മാങ്ങാപ്പഴമാണ്. പക്ഷെ ചെറിയ ചതവൊക്കെ ഉണ്ട് കേട്ടോ. ആ സൈഡങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. മാവേ നിന്ന് പഴുത്ത നല്ല അടിപൊളി മധുരമുള്ള മാങ്ങ. അവിടുന്ന് നേരെ മുന്നോട്ട് പോകുന്ന നമ്മൾ ഏകദേശം ഈ ഒരു സ്ഥലം വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും ചെറിയ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഏകദേശം എല്ലാവരും മടുത്തു. എന്നാൽ പിന്നെ തിരിച്ചു പോരാമെന്ന് കരുതി ഇവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ചു. ഇതുപോലത്തെ ആകാശം എവിടെ കണ്ടാലും എനിക്ക് സ്വർഗ്ഗം ഓർമ്മ വരും. എന്താണെന്നറിയില്ല. പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ചു പോരുന്ന വഴിക്കാണ് നമ്മൾ ആ മാങ്ങാപ്പഴം പെറുക്കിയതിൻ്റെ കുറച്ച് മുന്നോട്ട് പോന്നു കഴിയുമ്പം ഒരു സ്ഥലത്ത് ഇതുപോലെ മാങ്ങയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങായ, റംബൂട്ടാൻ, അവക്കാഡോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ നമ്മൾ കേട്ട ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ടേസ്റ്റൊന്നും ഇല്ലെന്നല്ലേ കേട്ടേക്കുന്നത്. അതുകൊണ്ട് അത് മേടിച്ചില്ല. മാങ്ങാപ്പഴം മാത്രം മേടിച്ചുകൊണ്ട് ഞങ്ങളിങ്ങ് പോന്നു. തിരിച്ച് പോരുന്ന വഴിക്ക് കുളമാവ് സാഡിൽ ഡാം അതിൻ്റെ അരികിൽ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നേ. അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. നല്ല അടിപൊളി വ്യൂ ആട്ടോ അവിടുത്തെ നമ്മൾ ആ ഡാമിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ പോയിരുന്ന് ഞങ്ങൾ ചായയും ഉള്ളി ബജിയും ഒക്കെ കഴിച്ചു. പിള്ളേർക്ക് പഴംപൊരി മതി എന്ന് പറഞ്ഞിട്ട് അവർ പഴംപൊരി കഴിച്ചു. രതീഷ് മതി എന്നവർക്ക്. അപ്പോൾ അവരെല്ലാവരും രതീഷ് കഴിച്ചു. അച്ചാച്ചനും രതീഷ് തന്നെ കഴിച്ചു. ഞാൻ ഉള്ളി ബജി മേടിച്ച് കഴിച്ചു. എന്നെ കണ്ടപ്പോൾ ഇവർക്ക് യക്ഷയോ മറ്റോ ആയിട്ട് ഫീൽ ചെയ്തോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. കട്ടൻ ചായ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് നിറച്ച് ചോര കൊണ്ട് വെച്ചേക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഒരു വൈബ് അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ ഇരുന്ന അവിടുത്തെ ഇളം കാറ്റും കൊണ്ട് ഈ ഡാമിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചപ്പോഴത്തേക്കും അടിപൊളി നല്ലൊരു റിലീഫ്, ആ ഒരു ഫീലായിരുന്നു ശരിക്കും. ഞങ്ങളവിടെ വന്ന് വണ്ടി നിർത്തിയ സമയത്ത് അവിടെ ഒരു പട്ടിക്കുറുക്കം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ചെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെ നിന്നൊക്കെയാണെന്നറിയില്ല ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ കുടിപ്പൊക്കെ കഴിഞ്ഞാൽ വണ്ടിയിലിരുന്ന് കഴിക്കാനായിട്ട് കുറച്ച് മിക്സർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങളിങ്ങ് പോന്നു. കഴിപ്പും കുടിപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും സൈഡായിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ എങ്ങും നിർത്തിയില്ല, നേരെ വീട്ടിലേക്ക്.